ബ്ലാസ്റ്റേഴ്സിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം കളി. ഒരു രീതിയിലും ടീമിനോട് ഒരാത്മാർത്ഥതയും ഇല്ലാത്ത കുറെ പ്ലേയേഴ്സ്. അങ്ങനെ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ്. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു റെഡ്. സൂപ്പർ കപ്പിന്റെ ഇന്ന് നടന്ന ഇന്ത്യൻ എൽ ക്ലാസിക്കോ ക്വാർട്ടർ ഫൈനൽ. ഇതാണോ ഇന്ത്യൻ എൽ ക്ലാസിക്കോ? ബെഗാന്റെ ഒരു രണ്ടാം നിര അല്ലെങ്കിൽ അതിലും താഴെയുള്ള ഒരു ടീമുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് 2-1 പരാജയപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആലോചിക്കുക, ബ്ലാസ്റ്റേഴ്സിന്റെ ഫുൾ സ്ക്വാഡാണ് ഇന്ന് കളിച്ചത്. ലൂണ ഒഴികെ ബാക്കി എല്ലാ പ്ലേയേഴ്സും ഉണ്ടായിരുന്ന ഒരു സ്ക്വാഡ് ഇന്ന് ബെഗാനെതിരെ നടത്തിയ പെർഫോമൻസ്. ഞാൻ ആദ്യം കളി കണ്ടു തുടങ്ങിയപ്പോൾ ഞാനൊരു നോട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരികയായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായി നോട്ടിലൊന്നും കാര്യമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ കളി എന്ന് മനസ്സിലായി. ഒന്ന് ആലോചിച്ച് നോക്കുക, ആദ്യം കളി തുടങ്ങുന്ന സമയത്തൊന്നും ഒരു രീതിയിലുള്ള ഇമ്പാക്ട് രണ്ട് ടീമും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഒരു 21ാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ ഒരു ഷോട്ട് ഓൺ ടാർജറ്റ് തന്നെ വരുന്നത്. ആദ്യത്തെ ഷോട്ട് ഓൺ ടാർജറ്റ് എന്ന് മാത്രമല്ല ആദ്യത്തെ ഒരു ഷൂട്ട് വരുന്നത് അത് സഹലിൽ നിന്നാണ്. സഹൽ ഗോൾ ഇടുന്നതായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഒരു ഷോട്ട് വരുന്നത് നോയിൽ നിന്നാണ് 28ാം മിനിറ്റിൽ. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കണം അല്ലെങ്കിൽ ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്, ഗോള് അടിക്കണം എന്നൊന്നും ഒരു മെന്റാലിറ്റിയും ഇല്ലാത്ത ഒരു ഉഴപ്പൻ ടീം. അതായിരുന്നു ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സ്. എടുത്തു പറയേണ്ട താരം വിപിനാണ്. ലൂണ ഇല്ല, ഒരു പ്ലേ മേക്കറുടെ കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൂണ ഇല്ല, കുഴപ്പമില്ല, വിപിൻ ഉണ്ടല്ലോ എന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കുമ്പോൾ വിപിന്റെ കരിയറിലെ ഏറ്റവും വേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. വിപിൻ എന്താണ് കാണിച്ചത്? വിപിൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു ബോൾ മര്യാദയ്ക്ക് എടുക്കുന്നില്ല, ഒരു പാസ് മര്യാദയ്ക്ക് ഇടുന്നില്ല, മുഴുവൻ മിസ് പാസുകൾ. എന്താ പറയാ, ഒരു കോർണർ കിക്കോ ഒരു ഫ്രീ കിക്കോ പോലും വിപിൻ ഇന്ന് ഒരെണ്ണം പോലും വൃത്തിക്ക് എടുത്തില്ല എന്നുള്ളതാണ് വിപിന്റെ വേസ്റ്റ് പെർഫോമൻസ്. വേസ്റ്റ് ഡേ ആയിരുന്നു വിപിന്റെ ഇന്ന്. ജീസസ് ജിമനസ് എന്താണ് ആൾക്ക് പറ്റിയത്? എത്ര ചാൻസ് ആണ് മിസ് ചെയ്തത്? ചാൻസുകൾ മിസ്സാകുന്നതൊക്കെ ഓക്കെ, ഫുട്ബോളിൽ സാധാരണമാണ്. പക്ഷെ ഇങ്ങനെ ചാൻസ് മിസ് ചെയ്യുന്നത് അത് കുറച്ച് കൂടുതലായി പോയി. എന്താ പറയുക, ആരും ഒരു പെർഫോമൻസ് കൊള്ളാമായിരുന്നു എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരാൾ പോലും ഇത്രയും ആടിയില്ലേ എന്നൊരു ഡിഫൻസ്, ഇത്രയും ആടിയില്ലേ എന്നൊരു ഡിഫൻസ്. എന്ത് ഡിഫൻസ് ആയിരുന്നത്? ഇങ്ങനെയാണോ ഡിഫൻസ് ചെയ്യുന്നത്? ഇത്രയും മോശം ഒരു കളി ISL പോലും ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കളിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്, ഇങ്ങനെയാണോ ഒരു മേജർ ടൂർണമെന്റ് ആണ്, ഒരു സൂപ്പർ കപ്പ് കളിക്കുന്നു, അത് ഇങ്ങനെയാണോ ഒരു ടീം പെർഫോം ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയെന്നോ. ഞാൻ നോട്ട്സ് ഒക്കെ കുറച്ച് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും കാര്യമില്ല, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാൻ തോന്നില്ല. ഇത്രയും വേസ്റ്റ് പെർഫോമൻസ് നടത്തിയിരിക്കുന്ന ടീമിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു കളിയെ പറ്റിയിട്ട് നമ്മൾ എന്ത് വന്ന് റിവ്യൂ പറയാനാണ്? ഇതൊക്കെ തന്നെയാണ് റിവ്യൂ. എനിക്ക് ബ്ലാസ്റ്റേഴ്സിനോട് ചോദിക്കാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നാണ് ഇനി ഈ ടീമിന് വേണ്ടി, ഈ ഫാൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നാണൊന്ന് പെർഫോം ചെയ്യുന്നത്? എന്നാണൊന്ന് കളിക്കുന്നത്? ഈ ഫാൻസിനെ നിങ്ങൾ എന്നാണ് ഒന്ന് കണ്ണുകൊണ്ട് കാണാൻ പോകുന്നത്? ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഈ ഫാൻസിന് വേണ്ടിയിട്ട് ഇതുവരെ നിങ്ങൾ എന്താണ് കൊടുത്തത്? എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ എന്നാണ് ഈ ഫാൻസിന് വേണ്ടി ഒന്ന് കളിക്കുന്നത്? ആ ബാഡ്ജിന് വേണ്ടിയിട്ട് കളിക്കുന്നത്? മാനേജ്മെന്റിനോടും കൂടിയാണ്. എന്നാണ് ഈ ഫാൻസിനെ നിങ്ങൾ ഒന്ന് കണ്ണു തുറന്ന് നിങ്ങൾ കാണുന്നത്? പട്ടി വില പോലും നിങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ടീമും കൊടുക്കുന്നില്ല, പ്ലേയേഴ്സും കൊടുക്കുന്നില്ല, മാനേജ്മെന്റും കൊടുക്കുന്നില്ല, ആരും കൊടുക്കുന്നില്ല. സോ ഈ ടീമിനെ ഇട്ടിട്ട് പോകാൻ ഒരുപാട് അവസരങ്ങൾ ഇവിടുത്തെ ഫാൻസിനുണ്ട്, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നിട്ടും അതിന് പറ്റുന്നില്ല. അങ്ങനെ വെറുതെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒന്നല്ല ഫുട്ബോൾ ഫാനിസം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ഇട്ടിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഇട്ടിട്ട് പോകാത്തത്. അപ്പോൾ നിങ്ങളത് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്നാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഫാൻസിന് വേണ്ടി നിങ്ങൾ കളിക്കുന്നത്? എവിടെയെല്ലാം നാണം കെടുന്നു ഇവർ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഡ്യൂറൻ കപ്പാണെന്ന് തോന്നുന്നു, ഗോകുലം കേരള FC-യുമായിട്ട് പരാജയപ്പെടുന്നു. ബാംഗ്ലൂർ FC-യുമായിട്ട് നിരന്തരം ബാംഗ്ലൂരിന്റെ സ്റ്റേഡിയത്തിൽ പോയി പരാജയപ്പെടുന്നു. ബെഗാനുമായി വിജയിച്ചിട്ട് കാലം എത്രയായി? എത്ര മത്സരങ്ങളായി? ബാംഗ്ലൂർ FC ഒക്കെ കൊച്ചിയിൽ വന്ന് പരാജയപ്പെടുത്തിയിട്ട് പോകുന്നു. ഏറ്റവും നമുക്ക് ദേഷ്യമുള്ള പ്ലേയേഴ്സ് വന്ന് നമ്മുടെ അടുത്ത് വന്ന്, ഫാൻസിന്റെ അടുത്ത് വന്ന് റോള് കളിച്ചിട്ട് പോകുന്നു. എത്ര നാളുകൊണ്ട് സഹിക്കുകയാണ് ഈ ഫാൻസ് ഇത്? നിങ്ങൾ എന്നാണ് ഫാൻസിന് വേണ്ടിയിട്ട് ഒരു മൊമെന്റ് കൊടുക്കുന്നത്? ഒരു ചാമ്പ്യൻഷിപ്പ് അടിച്ച് കാണിക്കുന്നത് എന്നാണ്? ഫാൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? എന്നാണ് നിങ്ങൾ കളിക്കുന്നത്? എനിക്കറിയില്ല. ഇത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലാതെ കളിയെ പറ്റിയിട്ട് പറയത്തക്ക വിധം ഒന്നുമില്ല. ലാസ്റ്റ് ഒരു 5 മിനിറ്റോ 4 മിനിറ്റോ എന്തോ കളിച്ചു. ആ കളി ഒരു 60 മിനിറ്റിന് ശേഷമെങ്കിലും കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് നമുക്ക് മറ്റൊന്നാക്കാമായിരുന്നു. സഹലും ആഷിഖിനെയും അഴിച്ചു വിട്ടിരിക്കുന്നു. സാധാരണ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇനിയിപ്പം ഞാൻ പറയാം, നമ്മുടെ ഈ മാനേജർമാർക്കൊന്നും അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളുക. ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഗനിസ്റ്റ് ആയിട്ട് കളിക്കാൻ വരുന്ന മലയാളി പ്ലേയേഴ്സിന് എപ്പോഴും ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്കുള്ളത്. അവരുടെ മാക്സിമം ടാലന്റ് പുറത്തെടുത്ത് കളിക്കാൻ ശ്രമിക്കുക എന്ന് ചെയ്യും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. ഇന്ന് സഹലും ആഷിഖും ആയിരുന്നു മെയിൻ. അവരുടെ മാക്സിമം ടാലന്റ് പുറത്തെടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ എന്ത് ടച്ച് ആയിരുന്നു, അവർ തമ്മിൽ എന്ത് കണക്ഷൻ ആയിരുന്നു. അപ്പോൾ അവർ ബ്ലാസ്റ്റേഴ്സിനെ തോപ്പിക്കണം എന്നുള്ള മൈൻഡിൽ തന്നെയാണ് കളിച്ചത്. പക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്ലെയറിന് പോലും ഈ കളി ജയിക്കണം എന്നുള്ള മെന്റാലിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ലേസി ആയിട്ട് കളിക്കുന്നത്. കുറെ 6 അടിച്ചു,
അടിച്ച് മാനം കാണിക്കുന്നുണ്ടായിരുന്നു. പെപ്പറൊക്കെ വന്നൊരു ഒരു ഒന്ന് കറങ്ങി ഒരു ഷോട്ടൊക്കെ അടിച്ചിട്ട് അത് കോർണർ വഴിയൊക്കെ പോകുന്നു. അറ്റ്ലീസ്റ്റ് പോസ്റ്റിന്റെ അടുത്തൂടെങ്കിലും പോകണ്ടേ. ലേസി ആയിട്ട് എന്തിനാണ് ഇത്രയും ബാക്ക് വലിച്ച് കളിക്കുന്നത്? ബാക്ക് വലിച്ച് 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 സച്ചിന്റെ ഗോൾ കൊടുക്കുന്നു. അമ്മാതിരി കളി. അറ്റാക്ക് ചെയ്യേണ്ട സമയങ്ങളിലൊന്നും അറ്റാക്ക് ചെയ്യണമെന്നോ ഗോൾ ഇടണമെന്നോ ഒന്നും ഒരു ആറ്റിറ്റ്യൂഡും ഒരു മെന്റാലിറ്റിയും ഇല്ലാത്ത ഒരു കളി. എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? ഈ കളി എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജയിച്ചിരുന്നെങ്കിൽ പോലും നെക്സ്റ്റ് അടുത്തത് വരുന്നത് ഒരുപക്ഷെ ഗോവയായിട്ടോ അല്ലെങ്കിൽ റൗണ്ട് ക്ലാസ് പഞ്ചാബായിട്ടോ ആണ്, പഞ്ചാബ് എഫ് സി ആയിട്ടോ ആണ്. ഇവർ രണ്ട് ടീമും ഫുൾ സ്കോഡാണ് കളിക്കുന്നത്. സിമ്പിൾ ആയിട്ട് തോറ്റ് തിരിച്ചു പോരാൻ പറ്റുമായിരുന്നു. ഇതാകുമ്പോൾ നേരത്തെ പോരാലോ. കൂടുതലൊന്നും പറയാനില്ല, ഇനിയിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സീസൺ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത വർഷം നമുക്ക് കാണാം. അടുത്ത വർഷം നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കളികൾ ഇനി കാണാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു സംഭവമുണ്ട്. ഇനി അടുത്ത വർഷം ഇതേപോലെ ഡ്യൂറൻ കപ്പ് മുതൽ തുടങ്ങും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വർഷമെങ്കിലും ഫാൻസിനെ മനസ്സിലാക്കുന്ന ഒരു ടീമിനെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അല്ല ഒന്നും പറയാനില്ല, ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരുടെ അടുത്തുനിന്ന് എന്ത് കിട്ടും എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ഇട്ടിട്ട് പോകാനായിരുന്നെങ്കിൽ ഇട്ടിട്ട് പോകാൻ പറ്റുന്നില്ല, അതാണ് സത്യം. അപ്പോൾ എന്തായാലും വെയിറ്റിംഗ് ഫോർ അത് തന്നെ. താങ്ക് യു.